ഞാൻ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? അത്ഭുതങ്ങൾ പിറവിയെടുക്കുന്നത് പ്രാർത്ഥനയിൽ കൂടാണ്. അത്ഭുതങ്ങൾ പിറവിയെടുക്കുന്നത് പ്രവചനത്തിൽ കൂടെയാണ്. സ്തോത്രം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥന മനുഷ്യനായി മാറിയാൽ ഈ ശത്രുക്കൾ ഓരോന്ന് നിന്റെ മുമ്പിൽ വന്ന് കീഴടങ്ങും. ആമേൻ പറയാൻ പറ്റുമോ? ഇന്ന് നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ മക്കൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന സകല ശത്രുക്കളും നിന്റെ കാല് പിടിച്ച് ഒന്ന് ക്ഷമിച്ചേക്കണേ അമ്മാമ്മ എന്ന് പറയും, അച്ചായ എന്ന് പറയും. സ്തോത്രം. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്റെ തലമുറ ചൂണ്ടിക്കാണിച്ച് നിന്റെ രക്തബന്ധം വിളിച്ച് പറഞ്ഞ് ഇവൻ പൊട്ടനാ, ഇവൻ ചെകിടനാ, ഇവനെ കാണാൻ കൊള്ളത്തില്ല, ഇവനെ എന്തിനു കൊള്ളാം, ഇവൻ പഠിക്കത്തില്ല, ഇവൻ അപ്പനേക്കാളും അപ്പുറമായ മദ്യപാനിയാകുമെന്ന് വിധി എഴുതിയവർ കേട്ടോളും. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ വചനത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. യെശയ്യാവ് 60:14 പറയുന്നു, നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ. നിന്റെ തലമുറ ആരൊക്കെ ക്ലേശിപ്പിച്ചു, നിന്നെ ആരൊക്കെ നിന്ദിച്ചു, നീ കൊള്ളത്തില്ലെന്ന് ആരൊക്കെ പറഞ്ഞു, നിനക്ക് സൗന്ദര്യമില്ല, നീ കറുത്തിരിക്കുകയാണ്, നിനക്ക് വിദ്യാഭ്യാസമില്ല, നിനക്ക് കുടുംബ പാരമ്പര്യമില്ല, നിന്നെ പോലെ നിന്റെ മക്കളും പൊട്ട പിള്ളേരായിട്ട് വളരും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തെ ക്ലേശിപ്പിച്ചവരുണ്ട് അല്ലേ? അങ്ങനെയുള്ളവർ, അങ്ങനെ ഭാരപ്പെടുന്നവർ ഈ വചനത്തിലെ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുക. യെശയ്യാവ് 60:14 പറയുന്നു, നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിങ്ങളുടെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. എടാ, നിന്റെ ചെറുക്കൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവൻ, ആമേ, അവൻ നാളെ നിന്റെ അടുത്ത് വണങ്ങിക്കൊണ്ടുവരുമെന്ന. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടം അതിനുള്ളതാണ്. നിന്റെ കുഞ്ഞുങ്ങളെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചവർ, അവരുടെ സന്തതികൾ നിന്റെ കാല് പിടിച്ച് അമ്മാമേ, അച്ചായ, എന്നോടങ്ങ് ക്ഷമിച്ചേക്കണമെന്ന് പറഞ്ഞ് നിന്റെ ഭവനത്തിനകത്ത് കയറുന്ന കാലഘട്ടമായത്. അത് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ തട്ടി എന്റെ ദൈവത്തിന് മഹത്വം കൊടുത്തോട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുത്ത് വണങ്ങിക്കൊണ്ടുവരും. ഇത് നിങ്ങൾ കാണാൻ പോകുക, ഇത് നിങ്ങൾ കാണാൻ പോകുക. സ്തോത്രം പറ. അടുത്ത വചനം പറയുന്നു, നിന്നെ നിന്ദിച്ചവരൊക്കെ നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. ഓ, നിന്നെ നിന്ദിച്ചവർ, നീ സ്നാനപ്പെട്ട കലക്കവെള്ളത്തിൽ ചാടി പോയില്ലയോ എന്ന് പറഞ്ഞ് നിന്ദിച്ചവർ, സമുദായം വിട്ടു പോയില്ലയോ എന്ന് പറഞ്ഞ് നിന്ദിച്ചവർ, മറ്റുള്ളവരെക്കാളിലും കുറവുകൾ കാണിച്ച് നിന്ദിച്ചവർ, സ്വർഗം പറയുന്നു അവര് നിന്റെ കാല് പിടിച്ച് നിന്നെ വന്ദിക്കാൻ സമയമായി. സന്തോഷത്തോടെ ആർപ്പോട് ദൈവത്തിന്. ഇതൊരു പാസ്റ്റർ വിളിച്ചു പറയുന്നതല്ല, ഇത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. നിന്നെ നിന്ദിച്ചവരൊക്കെ നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കുന്ന കാലഘട്ടം തെളിഞ്ഞുവെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. സ്തോത്രം. ഒരു പക്ഷെ നിന്റെ ഭർത്താവായിരിക്കും നിന്നെ നിന്ദിച്ചത്, ഒരു പക്ഷെ നിന്റെ ഭാര്യ ആയിരിക്കും നിന്ദിച്ചത്, അവർ പോലും നിന്റെ കാല് പിടിക്കാൻ സമയമായി. ഓ എടാ, നിന്നെ നിന്ദിച്ചവർ മുഴുവനും നിന്റെ കാല് പിടിച്ച് നമസ്കരിക്കുന്ന ഒരു 2024 തുടക്കമായത്. അത് വിശ്വസിക്കുന്നവർ ആത്മാവിൽ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന നിങ്ങളുടെ വിഷയങ്ങളെ പറ്റിയുള്ള സകല വിചാരങ്ങളും, നിങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന വഴികളും അവസാനിപ്പിക്കുക. നീ ഇന്ന് ടെൻഷൻ അടിക്കുന്ന അതേ പ്രശ്നത്തിനെ പറ്റി അതിൻ്റെ പോക്ക് വഴികൾ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. അതിൻ്റെ വഴികൾ തമ്പുരാൻ നിനക്ക് വേണ്ടി വെട്ടിവെച്ചിട്ടുണ്ട്. ഓ, അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം വീണ്ടും വിളിച്ച് പറയട്ടെ, നിന്റെ ചിന്താകുലകൾ അവൻ്റെ തോളിൽ വെച്ചിട്ട് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ നിങ്ങൾക്ക് മനസ്സ് കാണിക്കാമെങ്കിൽ, നിന്റെ അകത്ത് കിടക്കുന്ന പ്രാർത്ഥന മനുഷ്യനെ പുറത്തെടുക്കാൻ മനസ്സ് കാണിച്ചാലുണ്ടല്ലോ, നിന്റെ സന്താനത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ആത്മപകർച്ച ഉണ്ടാകും. അവരുടെ മുകളിൽ സ്വർഗത്തിൻ്റെ ആ ദൈവത്തിൻ്റെ നന്മകൾ അവൻ്റെ മുകളിൽ വ്യാപരിക്കും. നിന്റെ ശത്രുക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. നിന്റെ കുഞ്ഞുങ്ങളെ ക്ലേശിപ്പിച്ചവർ, അവരുടെ മക്കൾ നിന്റെ തലമുറ മുമ്പിൽ വന്ന് കാല് പിടിക്കുന്ന 2026. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഹൃദയം കൊണ്ട് ഇങ്ങനെ പറയട്ടെ,
നിങ്ങൾ അല്പനിമിഷം വരെ ഒരു 2 മണിക്കൂറിന് മുമ്പേ 10 മണി വരെ നിങ്ങൾ ആലോചിച്ച് ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്ന വിഷയങ്ങളെല്ലാം ഇന്ന് ഇവിടെ ഇട്ടിട്ട് പോകണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എന്താ കാരണമെന്നറിയാവും? ഞാൻ ദൈവത്തിൻ്റെ തിരുവചനം പ്രസ്താവിക്കപ്പെടുന്നത് അത് തമ്പ്രാൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതാണ്. വിശ്വസിക്കുന്നുണ്ടോ? അത് ആത്മാവ് എന്നോട് പറഞ്ഞ് ഞാൻ ഇവിടെ പ്രസംഗിക്കപ്പെടുമ്പോൾ അത് കേൾക്കാനും കാണാനും തമ്പ്രാൻ ഇതിൻ്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നീ അത് റിസീവ് ചെയ്യുന്നുവെങ്കിൽ നിൻ്റെ തലമുറയുടെ മുകളിൽ ആത്മപകർച്ച ഉണ്ടാകും. നിന്റെ തലമുറയുടെ മുകളിൽ നന്മയുടെ വാതിൽ തുറക്കും. എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറഞ്ഞ്, എന്നെ കാണുന്നവർ കേൾക്കുന്നവർ, നിന്റെ തലമുറ വർഷങ്ങളായി യാത്ര ചെയ്യാൻ പ്ലാനിട്ടിരുന്നിട്ട് ഒരു യാത്ര പോലും നടക്കാതെ ശത്രു അതിനെ തടഞ്ഞു വെച്ചിരിക്കുന്നെങ്കിൽ ഈ ദൂത് കേട്ട് നീ ഏറ്റെടുക്കുന്നെങ്കിൽ നിന്റെ വഴികൾ തുറക്കുന്ന ഒരു ദിവസമാണ്. ഈ വിരലിലെണ്ണാവുന്ന ചില ദിവസത്തിനുള്ളിൽ നിനക്ക് ചില ടെലിഫോൺ കോളുകൾ വരാൻ സമയമായി. ഈ ചില ദിവസത്തിനുള്ളിൽ നിനക്ക് കുറച്ച് ചില ഇമെയിലുകൾ നിന്റെ ലാപ്ടോപ്പിൽ വരാൻ സമയമായി. ചില യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഏതെങ്കിലും തലമുറ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയ മകനെ, പ്രിയ മകളെ, ഈ കരം നിന്റെ തലയിലോട്ട് വെച്ചിട്ട് പറ, അപ്പാ ഈ ദൂത് ഞാൻ ഏറ്റെടുക്കുന്നു, ഈ ദൂതിനെ ഞാൻ സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞ് ഈ ദൂതിനെ ഏറ്റെടുക്കാൻ മനസ്സ് കാണിച്ചാൽ ഇതിന്റെ മധ്യത്തിൽ നിൽക്കുന്ന അപ്പൻ ഇപ്പൊ തന്നെ പരിപാടി തുടങ്ങാൻ പോവുക. അത് വിശ്വസിക്കുന്നവർ നല്ലതുപോലെ കരങ്ങളെ തട്ടി എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആമേൻ. യെശയ്യാവ് 43:8 പറയുന്നു, അതുകൊണ്ട് മുൻപുള്ളവയെ പറ്റി നിങ്ങൾ ഓർക്കുകയേ വേണ്ട. ഒരു ഹല്ലേലൂയ പറ. ഞാൻ ഈ പ്രസംഗിക്കപ്പെടുന്ന സമയം വരെ എന്തൊക്കെ നിന്റെ ഹൃദയത്തിനകത്ത് ഭാരവും പ്രയാസമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ഇനി നീ അതിനെപ്പറ്റി ഓർക്കുകയേ വേണ്ട. അങ്ങോട്ട് കരം കൊടുത്തിട്ട് പറഞ്ഞ, എടി അല്ലെങ്കിൽ ചേട്ടാ, ബ്രദറെ, ആ വിഷയത്തെ പേര് എന്നെ ഓർക്കണ്ടെന്ന് പറ. കരം കൊടുത്തിട്ട് പറ. ഈ കൊച്ചു മോനും കൊടുക്കും, അവനും പ്രശ്നമുള്ളവനാ. ആ പുറയിൽ മാത്തിച്ച കൈ കൊടുത്തോ, ആ മോനും കൊടുക്കുക. അവന് വലിയ അവിടെ അവനൊരു വിടുതലിൻ്റെ ആവശ്യമുള്ളവനാ. അച്ഛൻ്റെ അടുത്തിരിക്കുന്ന വഴി തുറക്കുക, അവന് വഴി തുറക്കുക. സ്തോത്രം. എല്ലാവരും കൊടുത്തോ. അതുകൊണ്ട് ബ്ലാക്ക് ഷർട്ട് ഇരിക്കുന്ന മോന് കരം കൊടുത്തിട്ട് പറ. അവന് കരം കൊടുത്തിട്ട്, അടുത്തിരിക്കുന്ന ആൾ കരം കൊടുത്തിട്ട് പറ, എല്ലാ പ്രശ്നങ്ങളും വിട്ടേക്കാൻ പറ. ഇവിടെ വിട്ടേക്കാൻ പറ. ഇതിനെ ചുമന്നുകൊണ്ട് പോകാൻ ഒരുവൻ വന്നിട്ടുണ്ട്. സ്തോത്രം. നിങ്ങൾ വിട്ടുകൊടുക്കത്തില്ല, ഇത് ഞാൻ തന്നെ ചുമക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമന്നു, നോ പ്രോബ്ലം. പക്ഷേ യേശു പറയുന്നു, അതല്ല ഇങ്ങോട്ട് താ, ഞാൻ ചുമക്കാം. അതല്ല ഇങ്ങോട്ട് താ. ഇത്ര നല്ലൊരു ദൈവം വേറെ എവിടെയുണ്ട്? നിന്റെ പ്രശ്നമല്ല, ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞ് ഒരാളിങ്ങനെ നിൽക്കുകയാണ്. പണ്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു ചുമട്ടുതാങ്ങി ഉണ്ടായിരുന്നു. 2 കല്ലിങ്ങനെ വെച്ചിട്ട് എൻ്റെ മണ്ടയ്ക്ക് വലിയ, ഈ കാലത്തെ പിള്ളേർക്ക് അറിയത്തില്ല, പണ്ടുള്ള ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അത്ര വലിയ പണ്ടൊന്നും അല്ലേ, എന്നാൽ നമ്മുടെ പ്രായത്തിലുള്ളവർക്കൊക്കെ അറിയാം. 2 കല്ല് തട്ടിയിട്ട് അതൊരു ചോട്ട എഴുതി വെക്കും. എന്നിട്ട് ആൾക്കാരിങ്ങനെ തലയിൽ സാധനമൊക്കെ ചുമന്നുകൊണ്ട് വന്നിട്ട് ഇതുകൊണ്ട് അതിൻ്റെ മണ്ടക്കോട്ട് വെച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങും. സ്തോത്രം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? ക്ഷീണമൊക്കെ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പറ. വീണ്ടും എടുത്ത് വിശ്വാസികൾ ഇങ്ങനെ ആകരുതെന്ന് പറ. അടുത്ത് കരം കൊടുത്തിട്ട് പറ, കൊടുക്കുക, എടുത്തു വെക്കുക, കൊടുക്കുക, എടുത്തു വെക്കുക. ഈ പ്രസംഗമൊക്കെ ചൂട് പിടിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ, ആത്മസാന്നിധ്യമൊക്കെ ഇറങ്ങുമ്പോൾ അടിച്ച് പൊട്ടിച്ച് കസരൊക്കെ അടിച്ചു പൊട്ടിച്ചൊക്കെ ദൂരെ കളയും. കൊടുത്തു, പാസ്റ്റർ പറഞ്ഞതിൽ കൊടുത്തു. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച് 10 കോഴി മുട്ടയിട്ടു, 5 എണ്ണം ഇതുവരെയായിട്ട് മുട്ടയിട്ടിട്ടില്ല. ഇനി ഇതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എല്ലാം കൊടുത്തിട്ട് പോകാൻ പറഞ്ഞതാ. ഒരു കോഴിമുട്ടയുടെ മണ്ടയ്ക്ക് പിന്നെയും പ്രശ്നമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നുകൂടെ കൊടുത്തിട്ട് പറഞ്ഞേ, കൊടുത്തത് തിരിച്ചെടുക്കരുതെന്ന് പറ. തമ്പുരാൻ്റെ കൈ കൊടുത്തെങ്കിൽ പിന്നെ തിരിച്ചെടുക്കരുതെന്ന് പറ. അത് തമ്പുരാൻ ചുമന്നോളും. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്റെ ഭാരങ്ങളും വേദനകളും ഇന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ദിവസമായിട്ട് വരട്ടെ. മതി. ഈ 2025 അവസാനം വരെ, ഈ 2026 ഈ തുടക്കം വരെ നിങ്ങൾ ചുമന്നത് മതിയെന്ന് വെക്ക്. നിങ്ങൾ ചുമന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഭാരം കൂടിയതല്ല ഉള്ളോ? ഇനിയും 2026 തുടക്കം മുതൽ ഇത് അവൻ്റെ കരത്തിലോട്ടൊന്ന് കൊടുത്തിട്ട് പറ, കർത്താവേ നീ ഒന്ന് ചുമക്ക്, അതിൻ്റെ റിസൾട്ട് ഗംഭീരമായിരിക്കും. സ്തോത്രം. അപ്പോൾ പണ്ടുള്ളവയെ പറ്റി ഓർക്കുകയും വേണ്ട, നിരൂപിക്കുകയും വേണ്ട. ഫ്രീ ആയിക്കോളാണ് കർത്താവ് പറയുന്നത്. 2026 നിങ്ങൾ ഫ്രീ ആയിക്കോളാണ് കർത്താവ് പറയുന്നത്. എത്ര പേര് ഫ്രീ ആകുന്നുണ്ട്? എന്നാലും ചിലരുടെ ഇരിപ്പ് കണ്ടാലും, പാസ്റ്റർ ഇത്രയും നാൾ ഞങ്ങൾ കൊണ്ടു നടന്നേ ഇല്ലയോ, അതുകൊണ്ട് വിട്ടുകൊടുക്കാനൊരു ചെറിയ പാടാ. ഇത്രയും നാൾ, ഇത്രയും വർഷം ഞങ്ങൾ കൊണ്ടു നടന്നതല്ലയോ, അങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ?
കുഴി പോകുന്ന കാലം വരെ ഈ മനോഭാവമാണെങ്കിൽ കുഴി പോകുന്ന കാലം വരെ ഇതിനെ ചുമന്നുകൊണ്ട് നടക്കേണ്ടതായിട്ട് വരും. ഒന്നും ഒരു മാറ്റങ്ങളും ഉണ്ടാകത്തില്ല. പ്രൈസ് ലോർഡ്. ഓക്കെ, അപ്പോൾ പണ്ടുള്ളവയെ പറ്റി നിരൂപിക്കാൻ വേണ്ട. ഇനി കേട്ടണം, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഓ, സന്തോഷമില്ല. തമ്പുരാൻ പറയുന്നു ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അതിപ്പോൾ സംഭവിക്കും. 2026 തുടക്കത്തിൽ സംഭവിക്കും. ഇതൊരു സാബ് പാസ്റ്റർ പറയുന്നതല്ല, എന്റെ കൈ നിട്ട് പറയുന്നതല്ല, ദൈവത്തിന്റെ തിരുവചനം പറയുന്നു. ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ സംഭവിക്കും. കമോൺ, അതിപ്പോൾ സംഭവിക്കും. നിന്റെ തലമുറയുടെ മുകളിൽ അത് സംഭവിച്ചത് എത്ര പേര് കണ്ടു? അവൻ ആത്മാവിൽ സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്ക. നിന്റെ ഭർത്താവ് മനം തിരിയുന്നത് എത്ര പേര് കണ്ടു? നിന്റെ ഭാര്യ മനസ്താപപ്പെടുന്നത് എത്ര പേര് കണ്ടു? അതിപ്പോൾ സംഭവിക്കുക. ഹല്ലേലൂയ. ഏറ്റെടുത്തു. ഇപ്പോൾ സംഭവിക്കും. എപ്പോൾ? ഈ വചനം വിശ്വസിക്കുന്നത് എപ്പോഴോ അപ്പോൾ. തമ്പുരാൻ പറഞ്ഞത് 30 ദിവസം ഉപവാസം എടുത്തിട്ട് വന്നാൽ സംഭവിക്കും എന്നല്ല പറഞ്ഞത്, ഇപ്പോൾ സംഭവിക്കും. നീ മാനസാന്തരപ്പെടുന്ന സമയത്ത് അത് സംഭവിക്കും. നീ വിശ്വസിക്കുന്ന സമയത്ത് സംഭവിക്കും. ഇത് സംഭവിക്കുന്ന ചെറിയൊരു കാര്യമല്ല. നിന്റെ തലമുറയുടെ മുകളിൽ ആത്മപകർച്ച ഉണ്ടാകാൻ പോകുന്നു. നിന്റെ തലമുറയുടെ മുകളിൽ നന്മയുടെ വാതിൽ തുറക്കാൻ പോകുന്നു. ഓഹോ, തമ്പുരാൻ പറയുന്നു, അത് വിശ്വസിച്ച് കരമടിച്ചവരോട് പറയുന്നു, നിങ്ങളത് അറിയുന്നില്ലയോ? സ്തോത്രം. അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് വഴിയും ഒരുക്കും. നീ വിശ്വസിക്കുന്ന സമയം മുതൽ നിന്റെ ജീവിതം ഒരു മരുഭൂമി പോലെ ശൂന്യമാണെങ്കിൽ, ആമേൻ, അവിടെ ഒരു വഴി നിനക്ക് വേണ്ടി തുറക്കുമെന്ന്. സ്തോത്രം. ഇത് കേട്ടിട്ട് കരമടിച്ചാൽ മതി. മരുഭൂമി നിങ്ങൾക്കറിയത്തില്ല. 10-20 വർഷം മരുഭൂമിക്കകത്ത് ജോലി ചെയ്തവനാ ഞാൻ. ഓയിൽ വെല്ലിൽ ജോലി ചെയ്തവനാ ഞാൻ. ഞങ്ങൾ 4 വീൽ വണ്ടിയിൽ അങ്ങോട്ട് പോകും, കിലോമീറ്ററുകൾ ഓടിപ്പോകും. ആ റിഗിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ലൈറ്റ് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. അന്ന് ഈ ഗൂഗിൾ മാപ്പ് ഒന്നുമില്ല. ഞങ്ങളുടെ നോട്ടം കിലോമീറ്റർക്ക് അപ്പുറത്തൊരു നക്ഷത്രം പോലെ കത്തി നിൽക്കുന്ന ഒരു ലൈറ്റ്. ആ ലൈറ്റ് നോക്കി മരുഭൂമിയിൽ കൂടെ വെള്ളത്തിൻ്റെ അകത്തൂടെ ഡ്രൈവ് ചെയ്യുന്നത് പോലെ 4 വീലർ ഡ്രൈവ് ചെയ്ത് എഴഞ്ഞെഴഞ്ഞെഴഞ്ഞെഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ഇങ്ങനെ പോവും. പലപ്പോഴും റിഗിൻ്റെ അടുത്ത് കിലോമീറ്ററുകൾ ചെന്ന് തിരിച്ചു വരേണ്ടതായിട്ട് വരും. കാരണം അവിടെ കുറുകെ വലിയ പൈപ്പ് പോകുന്നുണ്ടായിരിക്കും. പിന്നെ വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് മനസ്സിലാക്കിയിട്ട് റിഗിൻ്റെ ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? ബുൾഡോസർ കൊണ്ടുവന്നിട്ട് വലിയ വഴി ഉണ്ടാക്കിയിടും. സ്തോത്രം. വലിയ വഴി ഉണ്ടാക്കിയിടും. അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരുമ്പോൾ വഴി കാണത്തില്ല. എന്തു പറ്റി? കാറ്റടിച്ച് മണലേറിയാ മാത്തിച്ചാനറിയാം. കാറ്റടിച്ച് അങ്ങനെ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു വഴിയും തെളിയാത്ത പ്രശ്നമായിട്ട് കിടക്കുകയാണെങ്കിൽ തമ്പുരാൻ പറയുന്നു, മരുഭൂമി ഞാൻ നിനക്കൊരു വഴിയൊരുക്കും. തമ്പുരാൻ വഴിയൊരുക്കിയാൽ ബുൾഡോസർ വെച്ച് ഒരുക്കുന്നത് പോലല്ല. തമ്പുരാൻ ഉണ്ടാക്കിയ വഴിയെ തടയുവാൻ ഒരു കാറ്റിനോ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്നേ. അങ്ങനെ ചില വഴികൾ നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് തുറക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് വഴിയും ഒരുക്കും. അപ്പോൾ നിർജ്ജനമായി കിടക്കുന്ന പ്രദേശത്തും അവൻ വഴിയൊരുക്കും, മരുഭൂമിക്കകത്തും വഴിയൊരുക്കും. അങ്ങനെ കപ്പാസിറ്റിയുള്ള ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അവൻ്റെ പേര് നസറേനായ യേശു എന്നാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർ ആത്മാവിൽ ആരാധിക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ട്? ആത്മാവിൽ ഞാനിത് കാണുന്നു. എൻ്റെ തലമുറയുടെ മുകളിൽ ആത്മ പകർച്ച നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുക. കമോൺ, എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ്. ഒരാത്മ പകർച്ചയ്ക്ക് സമയമായി. ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ മുകളിലും ആത്മ പകർച്ച ഉണ്ടാകാൻ പോകുക.